ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, ഈ വഴിയിൽ പോകുമ്പോൾ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കാനായിട്ടിട വന്നു. ഒരുത്തൻ മറ്റവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ തോരണമൊക്കെ കെട്ടിയേക്കണേ? ചോദ്യം കേട്ടവൻ പറഞ്ഞു, എടാ അത് ഉണക്കമാസ തിരുനാളാണ്. എന്താണ് ഉണക്കമാസ തിരുനാൾ? അവനത് ഉണക്കിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇതിൽ കൂടി ഇതിനെ ഉണക്കിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ തോന്നിയത്. ഒരു ഉണക്ക തിരുനാളാണ്, ഉണക്കമാസ തിരുനാൾ. ഇത് ഉണക്കമാസ തിരുനാളാണ്. ഉണക്കമാസത്തിൻ്റെ ആചരണത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. 16-ാം നൂറ്റാണ്ടിലാണ് വണക്കമാസത്തിൻ്റെ ചെറിയ രൂപം ആരംഭിച്ചത് കത്തോലിക്ക സഭയിൽ. അത് ഇറ്റലിയിലാണ് ആരംഭിക്കുക. മാതാവിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ കൊന്ത ചൊല്ലാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ കൊന്ത ചൊല്ലുക എന്നതിനപ്പുറത്തേക്ക് മാതാവിനോട് സുഹൃത ജപങ്ങൾ ചൊല്ലാനും മാതാവിനെ പ്രതി ചില സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനും ഒരു സുഹൃതത്തിൻ്റെ മാസം വേണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇറ്റലിയിൽ 16-ാം നൂറ്റാണ്ടിൽ ചില ആശ്രമങ്ങളിൽ ഇങ്ങനെയൊരു മാസാചരണം ആരംഭിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കുക, ചില സുഹൃതങ്ങൾ ചെയ്യാനും ചില സുഹൃത പ്രാർത്ഥനകൾ ചൊല്ലാനും വേണ്ടിയിട്ട്. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ചില ആശ്രമങ്ങളിൽ ആരംഭിച്ച ഈ ഭക്താനുഷ്ഠാനം 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമായപ്പോഴേക്കും യൂറോപ്പിലെ ചില ആശ്രമങ്ങളിലേക്ക്, മധ്യ യൂറോപ്പിലെ ആശ്രമങ്ങളിലേക്ക് അത് വ്യാപിച്ചു. ആ ഇടയ്ക്ക് ചില പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞപ്പോൾ ആശ്രമങ്ങളിലെ സന്യാസവര്യന്മാർ ചെയ്യുന്ന ഈ ശൈലി വിശ്വാസികൾ ഏറ്റെടുത്തു. തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ കുടുംബത്തിൽ ഈ പകർച്ചവ്യാധി വരാതിരിക്കാനും വന്നതിനെ മാറ്റിക്കളയാനുമൊക്കെയായിട്ട് ഒരു മാസം ഈ സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊള്ളാമെന്നും ഓരോ ദിവസവും ഓരോരോ കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ചെയ്തു കൊള്ളാമെന്നും ഒക്കെയുള്ള പ്രതിജ്ഞകൾ എടുക്കുകയുണ്ടായി. അതിന് 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ഭക്താനുഷ്ഠാനം പല മാസങ്ങളിൽ ഓരോരുത്തർക്ക് അവരവർക്ക് യുക്തമായ മാസങ്ങളിൽ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞപ്പോഴാണ് 1808 പയസ് 7-ാമൻ മാർപ്പാപ്പയെ നെപ്പോളിയൻ ചക്രവർത്തി തടവിലാക്കുക. 1808 തടവിലാക്കപ്പെട്ട മാർപ്പാപ്പ പിന്നീട് 1814 തടവറയിൽ നിന്ന് ഒരു യുദ്ധത്തിലൂടെ മോചനം നേടുക. 1814 മോചനം നേടിയപ്പോൾ മാർപ്പാപ്പ മെയ് മാസത്തിലാണ് മോചനം നേടിയത്. ആ മോചന ദിവസം മെയ് 24-ാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ വണക്കമാസം ഏതൊക്കെയോ മാസങ്ങളിൽ അവരവർക്ക് യുക്തമായ വിധത്തിൽ ഒരു നേർച്ച പോലെ നടത്തിയിരുന്നത് ഈ 18-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ മെയ് 24-ാം തീയതി ആചരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഈ ഒരു മാസാചരണം, ഉണക്കമാസാചരണം മെയ് മാസത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ മെയ് മാസത്തിലേക്ക് ഈ മാസാചരണം
ആശ്രമങ്ങളിൽ ഔദ്യോഗികമായിട്ട് നടത്താൻ തുടങ്ങി. അങ്ങനെ അത് പ്രബലമായിക്കൊണ്ടിരുന്നു. പിന്നീട് അത് വളരെ ശക്തമായി ഒരു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കമാസം മെയ് മാസ വണക്കമായിട്ട് മാറുകയുണ്ടായി 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. അത് പിന്നീട് വളരെ ശക്തമായിട്ട് ലോകത്തിലെങ്ങും വ്യാപിക്കുകയുണ്ടായി. പിന്നീട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന കുറച്ചുകൂടി ജനാഭിമുഖമാവുകയും വിശുദ്ധ കുർബാനയിൽ കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം പടുത്തുയർത്തുകയും ചെയ്തപ്പോൾ ഇപ്രകാരമുള്ള ആചരണങ്ങൾക്ക് അല്പം ഭംഗം വരികയുണ്ടായി. എങ്കിലും ഈ അടുത്ത കാലത്ത് വീണ്ടും അതിന് ഈ ആചരണങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, വിശുദ്ധ കുർബാനയിലെ ആചരണങ്ങളൊക്കെ പുറംതിരിഞ്ഞും അത്ര അനുഭവവേദ്യമല്ലാതെ വരുമ്പോൾ ഇത്തരം ആചാരങ്ങൾ കൂടുതൽ ശക്തമാകും. എങ്കിലേ വിശ്വാസിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം വിശ്വാസം അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത് വലിയ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലേക്ക് വണക്കമാസത്തെ പരിശോധിക്കുമ്പോൾ 1860-കളിൽ ആണ് കർമ്മലീത്ത മിഷണറിമാർ വിദേശത്ത് നിന്ന് ഈ മാസവണക്ക ആചരണത്തെ കേരളത്തിലേക്ക് എത്തിച്ചതും കേരളത്തിൽ സന്യാസ ആശ്രമങ്ങളിൽ പ്രചാരത്തിലാക്കിയതും. 1860-കളുടെ ആരംഭത്തിൽ ആശ്രമങ്ങളിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് മലയാളത്തിൽ പ്രസിദ്ധീകരണം ചെയ്യുകയുണ്ടായി. വിശുദ്ധ ചാവറ പിതാവ് മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സിലും കൂനമാവ് ആശ്രമത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച പ്രസ്സിലും ഈ വണക്കമാസ പുസ്തകങ്ങൾ അച്ചടിക്കുകയുണ്ടായി. ഇന്ന് അത് ഏത് വർഷമാണ് ഏറ്റവും ആദ്യം അച്ചടിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ലഭ്യമായ രേഖ വെച്ച് ഏറ്റവും പഴക്കമേറിയ വണക്കമാസ പുസ്തകം ലഭിച്ചിട്ടുള്ളത് 1869 മേടം 24-ന് പ്രസിദ്ധീകരിച്ചത്. അതിക്ക് മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അത് ആണ് ഏറ്റവും പഴക്കമുള്ള വണക്കമാസ പുസ്തകം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഇത് ആശ്രമങ്ങളിലായിരുന്നു നടത്തിയിരുന്നത് എങ്കിൽ ഈ 69 മേടം 24-ന് അന്നത്തെ വരാപ്പുഴ വികാരി അപ്പസ്തോലികയായിരുന്ന ലേണാർഡ് എന്ന് പറയുന്ന മെത്രാൻ, അദ്ദേഹം അന്നത്തെ സിനഡിന് അന്നത്തെ വത്തിക്കാനിൽ നടക്കുന്ന മെത്രാന്മാരുടെ സിനഡിന്, ഇന്നത്തെ സിനഡല്ല, അന്ന് വത്തിക്കാനിൽ ആണ് സിനഡ് നടക്കുക. ആ സിനഡിന് ഒരുക്കമായി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 1869 മേടം 24-ന് ഈ വരാപ്പുഴ വികാരി അപ്പസ്തോലിക ഒരു ലെറ്റർ, സർക്കുലർ, ഇന്നത്തെ ഭാഷയിൽ സർക്കുലർ ഇറക്കുകയുണ്ടായി. ആ സർക്കുലറിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ ഇടവക ദേവാലയങ്ങളിലും കുരിശുപള്ളികളിലും വണക്കമാസ ആചരണം നടത്തണം എന്ന്. അങ്ങനെ 1869 അല്ലെങ്കിൽ 70 എല്ലാ പള്ളികളിലും ഇത് ആരംഭിക്കുക. അങ്ങനെ പള്ളികളിൽ ആരംഭിച്ച പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കണം. അത് 1800-കളിലാണ്, അതായത് 19-ാം നൂറ്റാണ്ടിൽ. 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴത്തേക്കും പിന്നീട് അത് വീടുകളിലേക്ക് ആയിട്ട് മാറുകയുണ്ടായി. അങ്ങനെ വീടുകളിൽ ഒരുമിച്ച് കൂടി കൊന്ത ചെല്ലുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ അന്ന് ലഭ്യമായിരുന്ന ചെമ്പരത്തിപ്പൂവും അല്ലെങ്കിൽ മറ്റ് കാട്ടുപൂക്കളുമൊക്കെ കൊണ്ടുവന്ന്, ചില പച്ചിലകളുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് അലങ്കരിച്ച് വെച്ച് പ്രാർത്ഥന ചെല്ലുന്ന ശൈലിയാണ് ഉണ്ടായത്.
വണക്കമാസ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധം ചെയ്തപ്പോൾ അതിന് 5 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം പ്രബോധനപരമായ പഠിപ്പിക്കലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഒരു ദൃഷ്ടാന്ത കഥ ഉണ്ടാകും. ഒരു ഉദാഹരണത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ ഒരു സംഭവിച്ച ചരിത്ര സംഭവമൊക്കെ ഉണ്ടാകും. അതിനെ തുടർന്ന് ഒരു ജപമുണ്ടാകും. അതിനെ തുടർന്ന് ഒരു സുഹൃത ജപമുണ്ടാകും. അതിനെ തുടർന്ന് ഒരു സൽക്രിയ അല്ലെങ്കിൽ സൽകൃത്യം ഉണ്ടാകും. അങ്ങനെ 5 കാര്യങ്ങളാണ് വണക്കമാസ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വണക്കമാസം പിള്ളേർ പറഞ്ഞതല്ല, ഉണങ്ങിപ്പോയിട്ട് ചെറുതായി. ഇപ്പോൾ ജപമുണ്ട്. കുറച്ച് നാളുകളുള്ള വണക്കമാസ പുസ്തകങ്ങളിൽ ജപവും സുഹൃദയവും സൽക്രിയ ഉണ്ടാവുകയാണ്. ഇന്ന് സൽക്രിയ ഇല്ലാണ്ടായി. ഇന്ന് ജപവും സുഹൃദയവും മാത്രമേ. ഇനി നാളെ അടുത്ത വർഷങ്ങളിൽ ഇനി ഏതാണാവോ കട്ട് ചെയ്യാൻ പോണേ. ഏതായാലും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുക. പണ്ടൊക്കെ വീടുകളിൽ ഈ വണക്കമാസം ചൊല്ലുകയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വീടുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് ഇതിരുത്തി വായിപ്പിക്കും. അമ്മയും അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കൊച്ചിനോട് ഇത് വായിക്കാൻ പറയും. പല കാര്യങ്ങളാണ്. അമ്മയ്ക്ക് പല വിചാരം കൂടാതെ പണിയെടുക്കാം, കൊച്ചിന് ഇതൊരു പഠനമാവുകയും ചെയ്യും. അങ്ങനെ ഈ പ്രബോധനപരമായ വായനയും ദൃഷ്ടാന്തവും ഒക്കെ വായിച്ചിട്ട് അവിടെ നിർത്തും. എന്നിട്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ ബാക്കിയുള്ള ജപവും സുഹൃദേവവും ഒക്കെ ചൊല്ലുകയും ചെയ്യും. നമ്മുടെ കേരളത്തിൽ വണക്കമാസത്തിൻ്റെ ആചരണത്തോട് ബന്ധപ്പെട്ട് എഴുതിയത് ആരെന്നറിയില്ല, എന്നോളം അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വണക്കമാസ തിരുനാളിനോട് അല്ലെങ്കിൽ വണക്കമാസത്തിൻ്റെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നല്ല മാതാവേ മരിയ എന്നുള്ള പാട്ട്. നല്ല മാതാവേ മരിയ. ആ പാട്ടിൻ്റെ ഉത്ഭവം വണക്കമാസത്തോട് ബന്ധപ്പെട്ടാണ്. എഴുതിയ ആളെ ഇതുവരെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും കാരണവന്മാരായിരിക്കാം. ഒരു പക്ഷേ ലിസ്യൂനാറിലെ കാരണവന്മാരാണോ എന്നറിയില്ല. ഏതോ കാരണവന്മാർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഗാനം അത് ഈ വണക്കമാസത്തോട് ബന്ധപ്പെട്ട് ആണ് ആദ്യകാലത്ത്, വണക്കമാസത്തോട് മാത്രം ബന്ധപ്പെട്ടാണ് ആദ്യകാലത്ത് ആലപിച്ചിരുന്നത്. പിന്നീട് നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ ലിസ്യൂനാറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1902 ആണ് നമ്മൾ ഇവിടുത്തെ ഏതാനും വീട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ഈ ഭക്ത വണക്കം ആരംഭിച്ചത്. അതായത് ഈ വർഷത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ 120 വർഷം മുമ്പ്. ഭൂമിശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മതബോധനത്തിൻ്റെ കൊടിമരമിരിക്കുന്ന പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ മുറ്റത്ത് അവിടെ ആയിരുന്നിരിക്കണം അന്നത്തെ ഷെഡ് എന്നുള്ളതാണ്. ആ വണക്കമാസത്തിന് നമ്മുടെ പൂർവികർ ഒരുമിച്ച് കൂടുകയും അവർ ഈ വണക്കമാസ പ്രാർത്ഥന ചൊല്ലുകയും കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കൊടുക്കൽ വാങ്ങലുകൾ അവർ ഒരു തരത്തിൽ വണക്കമാസത്തിൻ്റെ ആചരണം ഒരു ഭക്താനുഷ്ഠാനം മാത്രമായിരുന്നില്ല. അത് മനുഷ്യൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അടിത്തറ കൂടിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് സംസ്കാരമില്ലാത്തത് കൊണ്ടും മറ്റു കാര്യങ്ങളില്ലാത്തത് കൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ പതുക്കെ പുറകോട്ട് പോവുക. ഇപ്പോൾ വണക്കമാസത്തിന് ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ വിശേഷങ്ങൾ പങ്കുവയ്പ്പുണ്ട്, ഭക്ഷണം പങ്കുവയ്പ്പുണ്ട്, സാമ്പത്തിക പങ്കുവയ്പ്പുണ്ട്, ഉൽപ്പന്നങ്ങളുടെ പങ്കുവയ്പ്പുണ്ട്. അങ്ങനെ ഒരുപാട് പങ്കുവയ്പ്പുകളുടെ ഒരു ഉറവിടമായിരുന്നു അതെന്നുള്ളത്.
അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയെന്നുള്ളത്. 1902 തുടങ്ങിയത് ഏതാണ്ട് 50 വർഷങ്ങളോളം ഈ ഷെഡിൽ നമ്മൾ 50 വർഷത്തിന് മുകളിൽ ഈ ഷെഡിൽ വണക്കമാസം മാത്രമായിട്ട് നമ്മുടെ പൂർവികരുടെ ആധ്യാത്മികത സമ്പന്നമായി കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത്. അതിനുശേഷമൊക്കെയാണ് ഒരു കുരിശുപള്ളിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയതും പിന്നെ അങ്ങോട്ട് വളർന്ന് ഈ നമ്മളിന്നായിരിക്കുന്ന അവസ്ഥയിൽ ആയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉറവിടത്തെ തിരിച്ചറിയലാണ് ഈ വണക്കമാസത്തിൻ്റെ ആചരണം. ലിസ്യനഗർ പള്ളിയുടെ ബീജം എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, അത് വണക്കമാസ ആചരണത്തിലാണ്. എന്നാണോ ഇത് നിനക്ക് കൈമോശം വരുന്നത് അന്ന് നിന്റെ അന്ത്യമായി എന്നുള്ളത്. വണക്കമാസത്തിൽ ആരംഭിച്ച ഒരു ഇടവകയാണ് നമ്മുടേതെങ്കിൽ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഇടവക മാത്രമല്ല, മിക്കവാറും ഈ പ്രായത്തിലുള്ള 10, 50, 100 വർഷമൊക്കെ പഴക്കമുള്ള പള്ളികളുടെ ചരിത്രമെല്ലാം ആരംഭിച്ചിട്ടുള്ളത്, മഹാഭൂരിഭാഗവും ആരംഭിച്ചിട്ടുള്ളത് വണക്കമാസപ്പുരയിൽ നിന്ന് തന്നെയാണ്. വണക്കമാസപ്പുരയുടെ ആ പഴയ ചൈതന്യത്തിലേക്ക് പരസ്പരം പങ്കുവയ്ക്കുന്ന പണവും സമ്പത്തും ബുദ്ധിമുട്ടുകളും ഭക്ഷണവും ഉൽപ്പന്നങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയുടെ ചൈതന്യത്തിലേക്ക് വരാനായിട്ടുള്ള കൃപ ഈ വണക്കമാസ തിരുനാൾ നമുക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.